ഷാനവാസ് പാദൂരിനെ LDF സ്വതന്ത്രനായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ നീക്കം. ഷാനവാസിനെ മത്സരിപ്പിക്കാൻ INL സന്നദ്ധത അറിയിച്ചു. നിലവിൽ INLന്റെ സീറ്റാണ് കാസർഗോഡ്. എന്നാൽ മഞ്ചേശ്വരത്തല്ലാതെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് CPM നേതൃത്വത്തെ ഷാനവാസ് അറിയിച്ചു. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഷാനവാസ് പാദൂരിനെ അങ്ങോട്ട് വിടാനും വയ്യ, എന്നാൽ മഞ്ചേശ്വരത്ത് സീറ്റ് കൊടുക്കാനും വയ്യ. അതുകൊണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ കാസർഗോട്ടേക്ക് മാറ്റാമെന്ന് വെച്ചാൽ ഷാനവാസ് പാദൂരിന് അതിൽ ഒട്ടും താല്പര്യവുമില്ല. എന്താണ് സംഭവിക്കുന്നത്? ഒടുവിൽ ഷാനവാസ് പാദൂര് സ്വതന്ത്രനായി മഞ്ചേശ്വരത്ത് തന്നെ മത്സരിക്കുമോ? അരുൺകുമാർ, തീർച്ചയായും ഇതൊരു അനുനയ നീക്കം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും നിലയിൽ ഷാനവാസ് പാദൂർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത് CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അത് മാത്രമല്ല, അവിടെ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു സമവായം എന്ന നിലയിൽ CPIM നേതൃത്വം ഷാനവാസ് പാദൂരിനോട് കാസർഗോഡ് സ്വതന്ത്രനായി മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ തന്നെയാണ് ഷാനവാസ് പാദൂരിനോട് ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിലവിൽ കാസർഗോഡ് മണ്ഡലം INLന്റെ കയ്യിൽ, INLനാണ് ആ സീറ്റ് ഉള്ളത്. INL നേതൃത്വവും ഷാനവാസ് സ്വതന്ത്രനായി മത്സരിച്ചാൽ അതിനെ എതിർക്കില്ല. ആ സമവായത്തെ അല്ലെങ്കിൽ ആ നീക്കത്തിനെ അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഷാനവാസ് പാദൂർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. ശരി, താങ്ക് യു അരുൺ പൂപ്പറമ്പ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഷാനവാസ് പാദൂര് മഞ്ചേശ്വരത്ത് മത്സരിച്ച വലിയൊരു വിഭാഗം മുസ്ലിം വോട്ട് ഷാനവാസ് പാദൂരിന് കിട്ടും. അത് യഥാർത്ഥത്തിൽ ആർക്ക് കിട്ടേണ്ടിയിരുന്നത്? AK മഷറഫിന് കിട്ടേണ്ട വോട്ടാണ്. AK മഷറഫും അവിടെ പരാജയപ്പെടും, ഷാനവാസ് പാദൂരും പരാജയപ്പെടും. അവിടെ BJP നേതാവ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്, K സുരേന്ദ്രൻ. അതാണ് പ്രശ്നം. പക്ഷേ ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കാനാണെങ്കിൽ അവിടെ തീരുമാനിച്ചത് ജയാനന്ദയെ CPM മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ കാര്യം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ